MD എനിക്ക് 2 അക്ഷരമല്ല, സത്യത്തിൽ 3 അക്ഷരമാണ്. ഗുരുത്വം എന്ന് അടയാളപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്ന മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. അക്ഷരത്തിന്റെ ലോകത്തേക്ക് പിച്ച വെച്ച് വന്ന കാലത്ത് വായിക്കാൻ കിട്ടിയ മനോഹരമായ സംഗീതാത്മകം എന്ന് ഞാൻ പറയട്ടെ പുസ്തകം MTയുടെ കഥകളും നോവലുകളുമാണ്. ഒരറ്റം മുതൽ ഏറ്റവും ഒടുവിലത്തെ കൃതി വരെ ഒരേ ആവേശത്തോടെ വായിച്ചു തീർത്ത അനുഭവം വാസ്തവത്തിൽ വേറെ അധികം എഴുത്തുകാരെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എഴുത്തിന്റെ വഴിയിൽ പിന്നാലെ വന്ന തലമുറയെ കൈപിടിച്ച് നയിക്കുന്നതിന് പത്രാധിപർ എന്നുള്ള നിലക്ക്, അതുപോലെ അക്കാദമിയുടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ, ഞാനതൊന്നും ഔദ്യോഗിക കാര്യങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹം നിലകൊണ്ട മേഖലകളിലൊക്കെ നിഴല് പോലെ ആ നിഴലിനൊക്കെ പിന്നീട് ജീവൻ വെച്ച് വന്നു എന്നുള്ളത് വാസ്തവം. ഒരു തലമുറയെ അല്ലെങ്കിൽ തലമുറകളെ സ്വാധീനിച്ച ഗുരുവാണ് MT എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പേന എടുക്കുമ്പോൾ മുൻപിൽ ഒരു കസേര, ഗുരുവിന്റെ കസേര മുമ്പിലുണ്ട് എന്ന് ധ്യാനിച്ചുകൊണ്ടാണ് സത്യത്തിൽ എഴുത്ത് ആരംഭിക്കുന്നത് എന്നുള്ളത് ഒരു സത്യം ആണ്. മരണനിമിഷത്തിൽ വെറുതെ പറയുന്ന വാക്കുകളല്ല. അങ്ങനെ MTയെ കുറിച്ച് വ്യർത്ഥമായ വാക്കുകൾ പറയാൻ സാധിക്കുകയും ഇല്ല. ഞാൻ ഇന്നലെ ഈ വിവരം അറിഞ്ഞ സമയത്ത് നടത്തിയ പ്രതികരണം തൊട്ട് ഇപ്പോൾ വരെ ആവർത്തിക്കുന്ന ഒരു കാര്യം, അതെത്ര ആവർത്തിച്ചാലും എനിക്ക് മതിവരികയും ഇല്ല. MTയുടെ മഞ്ഞ് എന്ന മനോഹരമായ കാവ്യം എന്നാണ് അതിനെ പറയേണ്ടത്. അത് ഗദ്യത്തിൽ എഴുതപ്പെട്ട മഹത്തായിട്ടുള്ളൊരു കാവ്യം ആണ് മഞ്ഞ് എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ ഓരോ വരിയും മനഃപ്പാഠമാക്കിയ ഒരു കാലം മനസ്സിലുണ്ട്. അങ്ങനെ ലഹരി പിടിച്ച് നടന്ന സമയത്താണ് വെറുതെ എനിക്കൊരു തോന്നൽ, ഡൽഹിയിലെത്തിയ യാദൃശികമായി ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഡൽഹിയിലെത്തിയ സമയത്ത് ഒരു തോന്നൽ, നൈനിറ്റാൾ ഒന്ന് പോകണം. വിമല ജീവിച്ചിരുന്ന ആ അൽക്ക ഹോട്ടലിൽ ഒരു ദിവസം അന്തി ഉറങ്ങണം. അവിടെ ഇരുന്നു കൊണ്ട് നൈനി തടാകത്തിലൂടെ നീങ്ങുന്ന ബോട്ടുകളുടെ യാത്ര കാരണം ബുദ്ധുവിനെ ദർശിക്കണം. വിമല കാത്തിരുന്ന സുനിൽ കുമാറിന്റെ ഓർമ്മകളിൽ ലയിക്കണം എന്ന് കരുതിയിട്ട് നേരെ നൈനിറ്റാളിൽ പോവുകയാണ്. അവിടെ ഏതാനും ദിവസങ്ങൾ ആ ഹോട്ടലിൽ താമസിച്ച സന്ദർഭം ഞാൻ ഓർക്കുന്നു. എന്നുവെച്ചാൽ ഒരു എഴുത്തുകാരന്റെ എഴുത്തു വഴികൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികളാകുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്ന മഹാനായ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. വാത്സല്യം ചൊരിഞ്ഞിട്ടുണ്ട്. കഥകൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു ചിലത് MTയുടെ കാലത്ത്. അതും വലിയ ഒരു ഓർമ്മയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് എന്റെ അതിഥിയായിട്ട് വന്നു. ഞാനൊന്ന് എൻസൈക്ലോപീഡിയ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സമയം അവിടെ വന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് വളരെയേറെ നേരം സംസാരിച്ചിരുന്ന സന്ദർഭവും ഞാൻ ഓർക്കുന്നു. അത് എന്റെ വീട്ടിൽ വന്നു, എളിയവനായ എന്റെ ആതിഥ്യം സ്വീകരിച്ചു എന്നുള്ളതും മായാത്ത ഒരു ഓർമ്മ. അതുപോലെ എന്റെ ഒലിവു മരങ്ങളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം അതെഴുതിയ സമയത്ത് തലസ്ഥാന നഗരിയിൽ വന്ന് അത് പ്രകാശനം ചെയ്യാൻ സന്നദ്ധത കാണിച്ചത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹം എന്നെ ഒന്ന് ഉയർത്തി പൊക്കി പറയുമായിരുന്നു, പൊറ്റക്കാടും MTയും പോകാത്ത ഒരു സ്ഥാനത്ത് പോയി അതിനെക്കുറിച്ച് എഴുതിയതാണല്ലോ ഒലിവുമരങ്ങളുടെ നാട്ടിൽ എന്ന് അദ്ദേഹം എന്നെ ആശീർവദിച്ചുകൊണ്ട് പറയുമായിരുന്നത് ഞാൻ ഓർക്കുന്നു. വിഷമസന്ധികളിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ, അക്ഷരവീതിയിൽ മുൻപേ നടന്ന ഗുരുനാഥൻ, ഈ നിലകളിലൊക്കെ MTയെ ഓർക്കുന്നു. കാലം മായ്ക്കാത്ത മഹത്തായ ഓർമ്മകൾക്ക് മുമ്പിൽ എന്റെ സാദര പ്രണാമം. ശരി സർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.